പ്രതിപക്ഷ വാർഡുകളെ പാടെ അവഗണിക്കുന്നു എന്നാരോപിച്ച് മഞ്ചേരി നഗരസഭ വികസന സെമിനാറിൽ നിന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. നമ്മുടെ 2024-25 പദ്ധതിയുടെ വികസന മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദയുടെ അധ്യക്ഷ പ്രസംഗം തുടങ്ങിയപ്പോഴാണ് പ്രതിപക്ഷ കൗൺസിലർമാർ മുദ്രാവാക്യം വിളിച്ച് പരിപാടിയിൽ നിന്നിറങ്ങിപ്പോയത്. 2024-25 സാമ്പത്തിക വർഷം സ്വാഭാവികമായിട്ട് ഈ 2024-25 സാമ്പത്തിക വർഷം മാത്രമേ ഇനി ഈ കൗൺസിൽ കാലയളവിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അടുത്ത വരുന്ന ഭരണസമിതിയാണ് 2025 തെരഞ്ഞെടുപ്പ് വരും. അടുത്ത വരുന്ന ഭരണസമിതിയാണ് അടുത്ത വർഷത്തെ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കൗൺസിലർമാർ കിട്ടുന്ന സ്വാഭാവികമായിട്ട് ജനങ്ങളോട് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റൽ ഒരുപാടുണ്ടാവും. അപ്പൊ അതൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങളൊക്കെ ഈ വികസന സെമിനാറിലും ഇതുമായിട്ട് സഹകരിച്ചു പോകുന്നത്, പദ്ധതിയുമായിട്ട് സഹകരിച്ചു പോകുന്നത്. പക്ഷെ ഇവിടെ കാണാൻ സാധിച്ചത് സർക്കാർ കൊടുത്ത ഫണ്ടുകൾ അപര്യാപ്തമായിരിക്കും. എന്തെങ്കിലും സർക്കാരിന് പരിമിതികളുണ്ടാവും. എന്തെങ്കിലും ഫണ്ട് സമയബന്ധിതമായിട്ട് സർക്കാർ കൊടുക്കാറുണ്ട്. കൊടുക്കുന്ന ഫണ്ട് ഇവിടെ വന്നിട്ടുള്ള 1,75,00,000 വന്ന മെയിൻ്റനൻസ് ഫണ്ട്, അതിനകത്ത് കേവലം ഈ ഇടതുപക്ഷ കൗൺസിലർമാർ വാർഡുകളിൽ തുച്ഛമായ വെറും 3 ലക്ഷം രൂപ മാത്രമേ 4 ലക്ഷം രൂപ മാത്രം 3 ലക്ഷം രൂപ മാത്രം നീക്കിവെച്ച് മറ്റു വാർഡുകളിൽ ഭരിക്കുന്നവരുടെ ഭരണപക്ഷത്തിന്റെ വാർഡുകളിലേക്ക് 4 ലക്ഷം എന്ന് പച്ചയായ എഴുതി പിടിപ്പിക്കുകയാണ്. 7-3 എന്ന നിലയിലേക്ക് വളരെ ഒരു രേഖയാണ് അവർ തയ്യാറാക്കിയത്. വികസന സെമിനാറിലേക്ക് ഒരു രേഖയാണ് അവർ തയ്യാറാക്കിയത്. ഒരു പച്ചയായ സത്യമാണത്. അപ്പൊ പാടെ ഈ വാർഡുകളെ അവഗണിക്കുന്ന ഇല്ലാത്തൊരു സംഭവം. അവഗണന സ്വാഭാവികമാണ്, പക്ഷെ കടുത്തൊരു അവഗണന ഒരിക്കലും നമുക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാർഡിനകത്ത് ഒരുപാട് തകർന്ന റോഡുകളുണ്ട്, ഗ്രാമീണ റോഡുകളുണ്ട്. പക്ഷെ ഇവർ ചെയ്യുന്നത് സർക്കാർ നിയമത്തിന് വിരുദ്ധമായി വീതം വെപ്പ് സംവിധാനമാണ്. അതിനകത്ത് തന്നെ നമ്മളെ അവഗണിച്ചതിലാണ് ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇവിടെ തട്ടിക്കൂട്ട് ഇപ്പോ നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് കിലയുടെ ക്ലാസ് ഉണ്ട്. അത് സർക്കാർ ഉത്തരവ് ഈ പദ്ധതിയുമായിട്ട് 24-25 വാർഷിക പദ്ധതിയുമായിട്ട് തയ്യാറാക്കേണ്ട ഒരു ക്ലാസ് ആണ്. ആ ക്ലാസ്സും തന്നെ എന്നിപ്പോൾ പലരെ കൊണ്ട് വ്യാജമായി ഒപ്പിടിച്ചിട്ട് ആ ക്ലാസ് ഡേറ്റ് ഇടാതെ വ്യാജമായി ഒപ്പിടിച്ചിട്ട് ആ ക്ലാസ് ചേർന്നു വന്ന രൂപത്തിലേക്ക് സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാരിന്റെ മാനദണ്ഡത്തെ കബളിപ്പിക്കുന്ന സമീപനം കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും തന്നെ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വികസന സെമിനാർ ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വരും നാളുകളും തന്നെ പൊതുജനങ്ങളെ അണിനിർത്തിക്കൊണ്ട്, വോട്ടർമാരെ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് രൂക്ഷമായ അല്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഞങ്ങൾ കൗൺസിലർമാരും പാർട്ടിയിൽ നിന്ന് ഇറങ്ങും എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇവർ പറയുന്നത് ഓൺ ഫണ്ട് എടുത്തിട്ട് ഓൺ ഫണ്ടും തന്നെ നമുക്ക് പദ്ധതി തയ്യാറാക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല ഉള്ളത്. ഒക്കെ മൈനസ് ആണ്. അപ്പൊ എല്ലാവരും സഹകരിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാട്ടിൽ വികസനം നടത്താൻ സാധിക്കുള്ളൂ. പക്ഷെ ഇവര് ഏകപക്ഷീയമായിട്ട് നടത്തുന്ന ഈ നില അല്ലെങ്കിൽ ഈ പ്രവണത നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല. അത് പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇന്ന് ഈ വികസന സെമിനാർ ബഹിഷ്കരിച്ചിട്ടുള്ളത്. LDF പിന്തുണയോടെ ജയിച്ച 28ാം വാർഡ് കൗൺസിലർ സെമീന ബഹിഷ്കരണത്തിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ വിവേചനം കാണിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ കൗൺസിലർമാരുടെ ഇറങ്ങിപ്പോക്ക് നടപടി ശരിയായില്ലെന്നും മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ പറഞ്ഞു. വികസന സെമിനാറിന് സ്വാഗതം പറഞ്ഞേക്കന്നെ പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. എന്താണ് ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വിവേചനം കാണിച്ചു എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ ഇന്നത്തെ പദ്ധതി രേഖയിൽ നിങ്ങൾക്ക് ആർക്കും നോക്കിയാലും കാണാം, ഓരോ മേഖലകളിലേക്കുള്ള ഫണ്ട് തന്നെ വേർതിരിച്ച് നമ്മൾ വെച്ചിട്ടില്ല. അതിന് ഇനിയും വർക്കിംഗ് ഗ്രൂപ്പ് കൂടണം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടണം, കൗൺസിൽ അംഗീകാരം എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമാവുള്ളൂ. അത് പൂർണ്ണമായിട്ടേ അത് DPC പോയെങ്കിൽ മാത്രമേ അത് പദ്ധതി അംഗീകാരമാവുള്ളൂ. അത് ഈ ഇന്നത്തെ കരട് ലിസ്റ്റ് ചർച്ച ചെയ്യാൻ തന്നെ അവർ ഇരുന്നില്ല എന്നത്. അവർ ജയിച്ചു പോകുന്ന ഓരോ വാർഡിൽ നിന്നും വന്ന വാർഡ് സഭാ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ വരെ ചർച്ച ചെയ്യാതെ ഒരു വിവേചനവും അതിൽ കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പദ്ധതി ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് എല്ലാ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഇപ്രാവശ്യം റോഡ് നിർമ്മാണത്തിന് 1,73,00,000 നമുക്ക് ആകെ ഉള്ളത്. സ്പില്ലോർക്ക് അയച്ചിട്ടില്ല തുക. ആ തുക നമ്മൾ ടൗണിന് അതുപോലെ തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ അത്യാവശ്യമുള്ള വാർഡുകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് മറ്റു വാർഡുകളിലേക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ പദ്ധതി എല്ലാ ഫണ്ട് കൊണ്ട് എല്ലാ വാർഡിലേക്കും ഒരുപോലെ കൊടുക്കുക. ഒരേപോലെ കൊടുക്കാന്നത് ശരിയല്ല. അത്യാവശ്യം കേടുപാടുള്ള വാർഡുകൾക്ക് കൂടുതൽ കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അതുപോലെ തന്നെ ടൗണിലെ വാർഡ് എന്ന് പറഞ്ഞ 33ാം വാർഡ്, ആ വാർഡ് പ്രതിപക്ഷ കൗൺസിലറുടെ വാർഡാണ്. അതുപോലെ തന്നെ 14ാം വാർഡ് അതൊരു പ്രതിപക്ഷ കൗൺസിലറുടെ വാർഡാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മഞ്ചേരി നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ ചെലവാക്കുന്നത് 33ാം വാർഡിലും 14ാം വാർഡിലും ആണ്.
അതിൽ യാതൊരു മാറ്റവുമില്ല. അതുപോലെ മറ്റു ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെലവാകേണ്ട ഭാഗങ്ങളിലേക്ക് നമ്മൾ ഓരോ വാർഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടില്ല. അത്യാവശ്യമുള്ള വാർഡുകൾക്ക് അതുപോലെ ചെയ്തിട്ടുണ്ട്. അവരുടെ വാർഡുകളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് വികസന സെമിനാറിൽ കരട് ശരിയല്ലാതെ ചർച്ച ചെയ്ത് ഭേദഗതി ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാണ്. പക്ഷെ അതിന് നിൽക്കാതെയാണ് അവര് ഇന്ന് ഇറങ്ങിപ്പോയത്. അവർക്ക് ഇനി അവസരമുണ്ട്, വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്, കരട് ലിസ്റ്റ് അന്തിമമാക്കിയ ഒരു കൗൺസിൽ അംഗീകരിക്കും. അപ്പോഴൊക്കെ അവർക്ക് ഭേദഗതി അതൊന്നും ചർച്ച ചെയ്യാതെ ഇത് വെറും രാഷ്ട്രീയ അജണ്ടയാണ്, CPM-ന്റെ ഒരു അജണ്ടമാണ്. കാരണം എല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെയാണ്. 2-3 ടൈമായി എല്ലാ പ്രാവശ്യവും CPM ബഹിഷ്കരിക്കും. എങ്കിൽ അവരെ വാർഡുകളിലേക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ ഒരു കുറവും നഗരസഭ ഉണ്ടാക്കിയിട്ടില്ല. അവർക്ക് തന്നെ വീടാണെങ്കിലും അവരുടെ സ്കൂളാണെങ്കിലും അംഗനവാടിയാണെങ്കിലും ഒക്കെ പരിശോധിക്കാം. അതിലൊന്നും യാതൊരു മാറ്റവും ഇതുവരെ നമ്മൾ വിവേചനം കാണിച്ചിട്ടില്ല. ഓൺലൈൻ ഡെസ്ക് മഞ്ചേരി ഓൺലൈൻ.